പറമ്പിലൂടെയൊക്കെ നടന്ന് അടയ്ക്കയും തേങ്ങയൊക്കെ പറക്കിയിട്ട് വരാവേ. ജിങ്കിൾ ബെല്ലും പാടി വരുന്ന ഇവനാണ് ഏറ്റവും ഉത്സാഹം. തേങ്ങ പറിക്കാൻ ആളെ കിട്ടാത്തതിനാൽ എല്ലാവരും മരത്തിയിരുന്ന് മടുത്തിട്ടായിരിക്കും താഴെ ഇറങ്ങി വരികയാണ്. ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിലൊരു പ്രധാന പണിയായിരുന്നു ഇത്. പറമ്പിനോട് ചേർന്ന് തന്നെ തോടുള്ളതുകൊണ്ട് അവിടെ ഇറങ്ങി നിക്കറൊക്കെ നനച്ച് തോർത്തി കൊടുത്ത് പോകാനി. അന്നൊക്കെ ചാക്ക് നിറയെ അടയ്ക്കയും തേങ്ങയും ഒക്കെ ഉണ്ടായിരുന്നേ. ഇന്നിപ്പോൾ ഒരു കുഞ്ഞു ബക്കറ്റും കൊണ്ട് വന്നാൽ മതി. അങ്ങനെ അടയ്ക്കയും തേങ്ങയൊക്കെ പറിക്കാൻ സൈക്കിളിൽ ഐസുകാരൻ വരുമ്പോൾ ഐസ് മേടിച്ച് തരും. സേമിയ ഐസ് ഇല്ലേ, ഒരു തള്ളി നിൽക്കുന്ന പോലെ ഒരു മുന്തിരിങ്ങയൊക്കെ വെച്ച് 2 രൂപയ്ക്കൊക്കെ കിട്ടിയിരുന്നത്. ഫ്രിഡ്ജും ഇന്നത്തെ പോലെ കളർഫുൾ ഫാൻസി മിഠായികളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ സൈക്കിളിൻ്റെ മണിയടി കേൾക്കുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും പൈസയൊക്കെ ഒപ്പിച്ച് മേടിച്ചിരുന്ന സേമിയ ഐസ് ഒരു ഗൃഹാതുരത്വം തുളുമ്പുന്ന ഓർമ്മയാണ്. ഒരു ഐസിന് വേണ്ടി ഞങ്ങൾ അന്നേ എന്തോരം പണിയെടുത്തിട്ടുണ്ടായിരുന്നെന്ന്. വീട്ടിൽ വന്നപ്പോൾ ഇപ്പം ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞ് കൊച്ചിനെയും കൊണ്ട് നടക്കുമ്പോൾ ശരിക്കും തള്ളെന്നൊരു വാക്ക് ഇവൻ പഠിക്കാത്തതുകൊണ്ട് എൻ്റെ ഭാഗ്യം. നാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പറമ്പിലൊക്കെ ഇറങ്ങി ഓരോ പണിയൊക്കെ ചെയ്യുമ്പോൾ ഇവൻ്റെ ആവേശവും ഉത്സാഹവും അതൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ എന്ന് പറയുന്നത്.